24 tribal families from Plakal Chola in Chaliyar Panchayat are forced to abandon their homes year after year and migrate to the banks of the Kanjirappuzha river as water sources in their settlement run completely dry. Life for these tribal families in Kerala's Malappuram district is reduced to bare essentials as they live under tarpaulin sheets on rocky terrain without access to sanitation, electricity, or basic facilities. താമസമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാക്കൽ ചോല കോളനി ഒരു വെള്ളമില്ലാത്തൊരു കോളനിയാണ്. മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും, വേനൽ വർഷമായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞങ്ങളെ കുട്ടികളെ പഠനത്തിന് ഇപ്പം സ്കൂൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പൂട്ടി പിള്ളേർ വന്നാക്കാൽ അവരെ കലക്കാനോ കുളിക്കാനോ ഒന്നിനൊരു സൗകര്യമില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഈ കാഞ്ഞിരപ്പോയെന്ന ഏരിയയിൽ, ഈ കാഞ്ഞിരപ്പോയലിൻ്റെ തീരത്ത് കുഞ്ഞുങ്ങളും മക്കളുമായിട്ട് ഞങ്ങൾ കുടുംബസഹിതം ഫാമിലി മൊത്തം ഈ പുഴയെ കൂടി തന്നെ ജീവിതം. Residents say the problem has persisted for years. Houses were built, but a functional drinking water supply never followed. കുടിവെള്ള പെരയില്ല. അവിടെ 5-6 കൊല്ലമായി പേരെ നന്നൊക്കെ സ്ഥലം പറഞ്ഞിട്ട് ഇതുവരെ കിട്ടില്ല. ഇവിടുത്തെ നമ്പർമാർ സുഖമില്ല. ഓരോ വോട്ട് വേണം, വോട്ട് ചെയ്യാൻ വേണം. ഇന്നലെ ഒരു വോട്ട് ചെയ്യാൻ കഴിഞ്ഞ പിന്നെ ശരി നോക്കലോ. Life along the riverbank comes with its own risk. The area borders forest land and residents say wildlife movement is frequent. ഇവിടെ മൃഗങ്ങളൊക്കെ വരലുണ്ടോ രാത്രി? ആന ഉണ്ടാവും, പുലി ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പാറപ്പുറത്ത് കയറി എന്തെങ്കിലും പടക്കം ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കും. The community is now seeking urgent intervention from authorities, demanding a permanent water supply that would end this forced seasonal migration.